നാഗവല്ലി എങ്ങനെയാണ് ആഹരി രാഗത്തിൽ ആകൃഷ്ടയായത്. ഇതൊരു മനോഹരമായ കഥയാണെങ്കിൽ കൂടെ ഇതിലെ മണിച്ചിത്രത്താഴും തെക്കിനിയും മേടയും ഒക്കെ ഇപ്പോഴും ഉള്ള കാര്യങ്ങളാണ്. എന്തിന് നമ്മുടെ കാരണവർ പോലും ജീവിച്ചിരുന്നു. കാലങ്ങൾക്ക് മുന്നേ തെക്കിനിയിൽ വെച്ച് നാഗവല്ലിയെ വെട്ടിക്കൊന്നപ്പോൾ നാഗവല്ലിയുടെ കണ്ണടയുന്നതിന് തൊട്ടു മുന്നേ ഇച്ചിരി വെള്ളം ചോദിച്ചിരുന്നു. അന്ന് വെള്ളത്തിന് പകരം നാഗവല്ലിയുടെ സ്വന്തം ചോരയാണ് പോലും കൊടുത്തത്. നാഗവല്ലി ആദ്യമായി വിശപ്പിന്റെ മധുരം അറിയുന്നതും മരണത്തിന് തൊട്ടു മുന്നേ ആയിരുന്നു. ആ കാലത്ത് ആഹരി രാഗം ആലപിക്കുന്നവർക്ക് അന്നം കിട്ടില്ല എന്നൊരു ചൊല്ലുണ്ട്. കേൾക്കാൻ ഇമ്പമുള്ളതും എന്നാൽ ദാരിദ്ര്യമുള്ള ഒരു രാഗമായിരുന്നു ആഹരി. ഇവിടെ ആഹരി രാഗം ആലപിക്കുന്നവർക്ക് ഒറ്റ വികാരം മാത്രം, വിശപ്പ്. മറ്റൊരർത്ഥത്തിൽ നോക്കിയാൽ പ്രതികാരത്തിനും അതേ വികാരമല്ലേ? പ്രതികാരദാഹം തീർത്ത് കാരണവരുടെ രക്തം കുടിച്ചു പോകുന്ന ആ നാഗവല്ലിയല്ലേ നമ്മൾ കണ്ടത്. വിശപ്പിന്റെ മധുരം കൂട്ടി പ്രതികാരത്തിന്റെ ദാഹം തീർക്കുവാനായിരുന്നത്രേ ആഹരി രാഗത്തെ അവൾ ഇത്രമേൽ പ്രണയിച്ചത്. அந்த ஆகரியில கீர்த்தனை ஒண்ணு பாடுறீங்களா?